ചേട്ടാ, കൊല്ലത്ത് ഇലക്ഷന്റെ റിസൾട്ട് വന്നാൽ ആദ്യം ജയിക്കാൻ പോകുന്ന മണ്ഡലം ഏതായിരിക്കും? രാഹുലെ, നമ്മൾ ഈ പലപ്പോഴും തമാശയായിട്ടൊക്കെ പറയാറുള്ള കാര്യമാണ് 8 മണിക്ക് എണ്ണി തോക്കുന്ന മണ്ഡലം, 8 മണിക്ക് ജയിക്കുന്ന മണ്ഡലം, 9 മണിക്ക് തോക്കുന്ന മണ്ഡലം, 9 മണിക്ക് അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. കാരണം ആ ട്രെൻഡ് അറിയാം, ആദ്യമേ തന്നെ അറിയാം ഈ സ്ഥാനാർത്ഥി തോക്കും എന്നറിയാം, അല്ലെങ്കിൽ ജയിക്കുമെന്നറിയാം. അത്തരത്തിൽ കൊല്ലം ജില്ല, അതായത് രാഹുലിൻ്റെ എൻ്റെയൊക്കെ ജില്ലയായ കൊല്ലത്ത് വലിയ ഇടതുകോട്ട എന്നൊക്കെ ഇടതുപക്ഷം അവകാശപ്പെടുന്ന കൊല്ലത്ത് ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് ഫലം പ്രഖ്യാപിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അത്തരം മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് കുണ്ട്ര മണ്ഡലം. കാരണം ഈ കുണ്ട്രയെ പറ്റി പറയുമ്പോൾ, കുണ്ട്ര CPM-ന്റെ ഒരു വലിയ കോട്ടയായി നിലനിന്നിരുന്നത് UDF കോട്ടയായി പിടിച്ചെടുത്ത നേതാവിൻ്റെ പേര് PC വിശ്വനാഥ് എന്നാണ്. PC വിശ്വനാഥിൻ്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ അറിവുള്ള കാര്യമാണ്. 26-ാമത്തെ വയസ്സിൽ ചെങ്ങന്നൂരിൽ MLA ആയി തുടങ്ങി സജീവ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യന്മാരിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഇപ്പോഴും മനസ്സുകൊണ്ട് ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹാശസ്സുകളോടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു പോകുന്ന ഉമ്മൻചാണ്ടി സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് രാഷ്ട്രീയ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന നേതാവിൻ്റെ പേരാണ് PC വിശ്വനാഥ് എന്നുള്ളത്. നമുക്ക് ഒരു 2006 മുതൽ ഇങ്ങോട്ട്, അതായത് അതിനു മുമ്പ് ഇടതുനിന്നും വലതുനിന്നും തോപ്പിൽ രവി, കടവൂർ ശിവദാസനൊക്കെ അവിടെ MLA-മാരായിട്ടുണ്ട് UDF-ന്റെ. 2006-ൽ MA ബേബി, CPM-ന്റെ ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബി അധികാരം MLA സ്ഥാനത്തേക്ക് എത്തിയ മണ്ഡലമാണ് ഈ പറയപ്പെടുന്ന കുണ്ട്ര. 2006-ൽ MA ബേബി അവിടുത്തെ MLA ആകുന്നു. 2011-ൽ അദ്ദേഹം വീണ്ടും അവിടെ ജയം ആവർത്തിച്ച മണ്ഡലമാണ്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന, കേരളത്തിലെ CPM രാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പനായിരുന്ന MA ബേബി കയ്യാളിയ മണ്ഡലമാണ് ഈ പറയപ്പെടുന്ന കുണ്ട്ര. 2016-ൽ മേഴ്സിക്കുട്ടിയമ്മ MA ബേബിയുടെ പിന്തുടർച്ചക്കാരിയായി വരുന്നു. പിന്നീട് മേഴ്സിക്കുട്ടിയമ്മ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാകുന്നതും പിന്നീട് വിവാദങ്ങളിൽ പെടുന്നതും 5 വർഷം തികയ്ക്കുന്നതും അതേ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2021-ന്റെ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് 2021-ലേത്. ഒരു വലിയ ഇടത് തരംഗം ആളിക്കത്തിയതാണ്. 2016-ൽ കൊല്ലം ജില്ലയിൽ UDF MLA-മാരുടെ എണ്ണം എന്ന് പറയുന്നത് 0 നിന്ന് 2021-ൽ വലിയ ഇടത് തരംഗത്തിലും വലിയ ഇടതുകോട്ട എന്ന് പറയുന്ന കൊല്ലത്തെ 2 മണ്ഡലങ്ങൾ, അതായത് കുണ്ട്രയും കരുനാഗപ്പള്ളിയും, CR മഹേഷ് എന്ന് പറയുന്ന നേതാവ് കരുനാഗപ്പള്ളിയിലും PC വിശ്വനാഥ് എന്ന് പറയുന്ന നേതാവ് കുണ്ട്രയും ഇടതുകോട്ടയിൽ നിന്ന് കോട്ട തകർത്ത് UDF-ന് വേണ്ടി പിടിച്ചെടുത്ത തെരഞ്ഞെടുപ്പാണ് 2021-ലൊക്കെ. ഓർക്കണം, 41 സീറ്റുകൾ മാത്രം UDF-ന് ലഭിച്ചപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കൊല്ലത്തെ 2 സീറ്റുകൾ. അതിൽ CR മഹേഷ് അതിനു മുമ്പ് 5 വർഷക്കാലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ സജീവമായി നിന്നതാണെങ്കിൽ 2021-ലാണ് PC വിശ്വനാഥിന്റെ കുണ്ട്രയിലേക്കുള്ള എൻട്രി. PC വിശ്വനാഥിനെ സംബന്ധിച്ചിടത്തോളം കുണ്ട്ര അത്ര അന്യമായ സ്ഥലമൊന്നുമല്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വദേശം കൊട്ടാരക്കരയ്ക്ക് അടുത്താണ്. അദ്ദേഹം പഠിച്ചതും വളർന്നതും ഒക്കെ രാഹുലൊക്കെ പഠിച്ച ശാസ്താംകോട്ട DB കോളേജിന്റെ പ്രൊഡക്റ്റാണ് PC വിശ്വനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2021-ൽ PC വിശ്വനാഥ് ഈ കുണ്ട്ര മണ്ഡലം പിടിച്ചെടുക്കുമ്പോൾ മേഴ്സിക്കുട്ടിയമ്മ എന്ന് പറയുന്ന ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ പരാജയപ്പെടുത്തിയപ്പോൾ കുണ്ട്രയിലെ സഖാക്കന്മാർക്കൊക്കെ പൊള്ളി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കുണ്ട്രയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും PC വിശ്വനാഥിന് അവിടെ വലിയ വെല്ലുവിളികളുണ്ടായിരുന്നു. ഈ ചെങ്ങന്നൂരിൽ അവസാനവട്ടം PC വിശ്വനാഥ് പരാജയപ്പെടുമ്പോൾ PC വിശ്വനാഥ് ഈ ഗ്രൂപ്പ് കളിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് നേരെ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ, അതായത് രാഷ്ട്രീയം നോക്കിപ്പോയപ്പോൾ, പാർട്ടി നോക്കിപ്പോയപ്പോൾ മണ്ഡലം നോക്കിയില്ല എന്ന ആരോപണങ്ങളൊക്കെ അവിടെ ഉയർന്നു കിട്ടും. അല്ല, നമുക്കറിയാം പാർട്ടിയിലെ സമുന്നതനായിട്ടുള്ള നേതാവാണ് PC വിശ്വനാഥ്. സ്വാഭാവിക ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ആ സംവിധാനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് PC വിശ്വനാഥാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത്, 8 മണിക്കാണ് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ട് ഞാൻ കാണുന്ന കുണ്ട്ര എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ മണ്ണായിരുന്നു. ആ ഇടതുപക്ഷത്തിന്റെ മണ്ണ് എങ്ങനെയാണ് 8 മണിക്ക് മുമ്പിട്ട് UDF ജയിക്കുന്നത്? അതാണ് 2021 മുതൽ 2026 വരെയുള്ള കുണ്ട്രയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വലിയ പഠനം ആവശ്യമാണ് എന്ന് പറയും. അല്ല, പഠനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അവിടുത്തെ LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കൊന്നും MLA-യുടെ വണ്ടി വേണ്ട, MLA-യുടെ ലൈറ്റ് വേണ്ട, MLA-യുടെ ഒരു സാധനവും വേണ്ട. അങ്ങനെയുള്ള പഞ്ചായത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിരോധങ്ങൾ PC വിശ്വനാഥിനെതിരെ നടത്താൻ അവിടുത്തെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നടത്തുമ്പോഴൊക്കെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് കൃത്യമായി കഴിഞ്ഞ 5 വർഷവും കുണ്ട്രയിൽ ഉണ്ടായിരുന്നു. PC വിശ്വനാഥ് തന്നെ പല ഇന്റർവ്യൂകളിൽ, പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്.
എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ എവിടെ പോയാലും തിരികെ കുണ്ടറയിലേക്ക് എത്താൻ വെമ്പുന്നൊരു മനസ്സ് PC വിശ്വനാഥനുണ്ട് എന്നുള്ളത് അത് ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പുതുപ്പള്ളി പള്ളിയിലേക്കും പുതുപ്പള്ളിയിലെ എൻ്റെ ജനങ്ങൾക്കിടയിലേക്കും ഓടിയെത്തും എന്ന് പറയുന്നിരുന്ന ഉമ്മൻചാണ്ടിയെ പോലെ എല്ലാ ദിവസവും കുണ്ടറയിലേക്ക് ഓടിയെത്തും എന്ന് PC വിശ്വനാഥ് പറഞ്ഞത് വെറും വാക്കല്ല. കൃത്യമായി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. കഴിഞ്ഞ ദിവസമാണ് രാഹുലെ വില്ലേജ് വാർത്ത എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഓൺലൈൻ ചാനലിൽ ഞാനൊരു വീഡിയോ കാണാറ്. കുണ്ട്ര മണ്ഡലത്തിലെ ഒരു കുടുംബം, ഒരു സാധാരണ കുടുംബത്തിലെ 2 പെൺകുട്ടികൾ മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിനെ ബാധിച്ച് മരണപ്പെടുന്നു. കൃത്യമായി ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു പോലീസുകാരിയോ IAS ഒക്കെ ആകാൻ ആഗ്രഹിച്ചിരുന്ന ആ കുരുന്നുകൾ മരണപ്പെടുകയാണ്. ആ കുടുംബത്തിലേക്ക് വിധി വീണ്ടും വില്ലനായെത്തി. ഇളയ കുട്ടിക്ക് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു എന്നറിയപ്പെടുന്നു. കുണ്ട്രയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ PC വിശ്വനാഥിന്റെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു. ആ കുട്ടിയെ കേരളത്തിലെ അറിയപ്പെടുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് സർവ്വ ചെലവുകളും വഹിച്ചുകൊണ്ട് PC വിശ്വനാഥ് മാറ്റുന്നു. PC വിശ്വനാഥ് ആ കുട്ടിയെ കാണാൻ പോകുന്ന റീലുകളൊക്കെ വലിയ വൈറലായതാണ്. കഴിഞ്ഞ ദിവസം ഈ സംഭവങ്ങൾ ഓർത്തെടുത്ത് ആ അമ്മയും അച്ഛനും പറയുന്ന ഒരു വീഡിയോ വില്ലേജ് വാർത്ത എന്ന് പറയുന്ന ചാനലിൽ ഞാൻ കണ്ടു. അതിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്ക് കാണിക്കാമെന്ന് തോന്നുന്നു. അതിലവർ നിറകണ്ണുകളോട് പറയുന്നുണ്ട്, ദൈവതുല്യനായി ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ, അനിയൻ, മകൻ PC വിശ്വനാഥ് എന്ന് പറയുന്ന കുണ്ട്രയുടെ MLA. അത് വികസനത്തിനൊപ്പം കരുതലിൻ്റെയും കൂടി ഒരു രാഷ്ട്രീയമാണ് കുണ്ട്രയിലേത്, PC വിശ്വനാഥിൻ്റെത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവവികാസങ്ങൾ എടുത്തു പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഞാൻ ശ്രദ്ധിച്ചൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. 2 മക്കൾ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് 2 മരണം, 2 പെൺകുട്ടികളുടെ. ഈ മരണത്തിനപ്പുറത്തേക്ക് 3ാമത്തെ കുട്ടിയും മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന് മെഡിക്കൽ സംഘം വിധി എഴുതുമ്പോൾ ആ കുട്ടിക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സ ഒരുക്കിക്കൊണ്ട് ഒരു ജനപ്രതിനിധി കൂടെ നിൽക്കുക. അവിടെ പണമോ ഒന്നുമല്ല നോക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, വേണമെങ്കിൽ സഹായം അഭ്യർത്ഥിച്ച് വേണമെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ മതി. അവിടെ അങ്ങനെയൊന്നും അല്ല നടന്നത്. കുണ്ട്രയിൽ തന്നെ ഒരു കുടുംബത്തെ ഒരു ബാങ്ക് ജപ്തി ചെയ്തപ്പോൾ അവിടെ PC വിശ്വനാഥിന്റെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. ഇതൊന്നും ഒരു MLA ചെയ്യേണ്ട പണിയൊന്നുമല്ല. ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെയാണ് അവിടുത്തെ MLA അവിടെ പ്രവർത്തിച്ചത്. ഒപ്പം തന്നെയാണ് അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ യുവാക്കൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നാണല്ലോ വെപ്പ്. സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ കൂടുതൽ കലാകായിക മത്സരങ്ങളിൽ എൻഗേജ്ഡ് ആക്കുക. അങ്ങനെ ആയാൽ കൂട്ടായ്മകൾ ഉണ്ടാകും, ഈ ലഹരി ഉപയോഗത്തിന്റെ കുറവുണ്ടാകും. ഇത് കൃത്യമായ പഠനമാണ്. അതിനുവേണ്ടി കുണ്ട്രയിൽ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കുണ്ട്രയിൽ ചെറുപ്പക്കാരുടെ കൂട്ടായ്മകളുണ്ട്, ക്രിക്കറ്റ് സംഘങ്ങളുണ്ട്, ഫുട്ബോൾ സംഘങ്ങളുണ്ട്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കലാകാരനായ കായിക പ്രേമിയായ കുണ്ട്രയുടെ പ്രിയപ്പെട്ട MLA PC വിശ്വനാഥാണ് എന്ന കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. പലപ്പോഴും അതെല്ലാം ഒറ്റ പേരിലാണ് അദ്ദേഹം അത് കണക്ട് കുണ്ട്ര എന്നുള്ള പേരിൽ എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടൊരു. അതെ, കണക്ട് കുണ്ട്ര ഒരു വലിയ പദ്ധതിയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പരീക്ഷിക്കാവുന്ന ഒരു പദ്ധതിയാണ് കണക്ട് കുണ്ട്ര. കൃത്യമായ പഠനത്തിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഏകദേശം എനിക്ക് തോന്നുന്നു 13ഓളം സ്കൂൾ കെട്ടിടങ്ങൾ കുണ്ട്രയിൽ അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട്. അത് മികച്ച രീതിയിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ വിരലിൽ എണ്ണി പറയാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളല്ല കഴിഞ്ഞ 5 വർഷക്കാലമായി കുണ്ട്രയുടെ MLA കുണ്ട്രയ്ക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. ഓർക്കണം, ഭരണപക്ഷ MLA അല്ല, പ്രതിപക്ഷ MLA ആണ് PC വിശ്വനാഥ്. പക്ഷെ അവിടെ ഇപ്പോഴും CPM ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിവാദം എന്ന് പറയുന്നത്, വിവാദമല്ല, വികസനത്തിന്റെ കാര്യത്തിൽ അവിടെ ഒരു നമുക്കറിയാം ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് അത് വലിയൊരു വിവാദത്തിൽ ഇപ്പോഴും കിടക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? CPM ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം രാഹുൽ പറഞ്ഞ, കാരണം ഈ കുണ്ട്രയൊക്കെ നമുക്ക് വൈകാരികമായ കണക്ഷനുള്ള മണ്ഡലമാണ്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള മണ്ഡലമാണ്. കുണ്ട്ര, പത്തനാപുരം, കൊട്ടാരക്കര, കുന്നത്തൂരൊക്കെ നമ്മൾ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ മത്സരരംഗത്തേക്ക് വരുന്നവരൊക്കെ നമുക്ക് അറിയപ്പെടുന്നവരും നമ്മളുമായി അടുപ്പമുള്ളവരും ഒക്കെ ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ പറയപ്പെടുന്ന റീൽ, ഇത് ഇടതുപക്ഷം ഇറക്കിയ ഒരു റീലാണ്. കുണ്ട്രക്കാരൻ എന്ന് പറയുന്ന ഒരു AI ഇമേജ് ഉണ്ടാക്കിയിട്ട് അയാൾ ഇങ്ങനെ വന്നൊരു റെയിൽവേ ക്രോസിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നു, 5 വർഷങ്ങൾക്ക് മുമ്പ് കുണ്ട്രയുടെ MLA PC വിശ്വനാഥ് ഇറക്കിയ ഒരു കാർഡുണ്ട്, അദ്ദേഹം ലക്ഷ്യം വെക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഈ കാർഡിൽ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ലെവൽ ക്രോസിന് മുകളിലൂടെ ഒരു ഓവർ ബ്രിഡ്ജ് വരും, എന്നിട്ട് വന്നില്ല കേട്ടോ, ഞങ്ങൾ ഇപ്പോഴും ഈ പറയപ്പെടുന്ന ക്യൂവിൽ തന്നെയാണ് കിടക്കുന്നത് എന്ന തരത്തിലാണ് ആ വീഡിയോ പോകുന്നത്. നോക്കൂ, നമ്മൾ ആലോചിക്കണം, കുണ്ട്ര മണ്ഡലത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തൊരു റെയിൽവേ ക്രോസ്
പോകുന്നുണ്ട്. അത് കൊല്ലത്ത് നിന്ന് പാസ് ചെയ്ത് പോകുന്ന ഒരു ലെവൽ ക്രോസ് ആണ്. പണ്ട് ഞാനൊക്കെ കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ബസ്സിലും ബൈക്കിലും കാറിലും ഒക്കെ ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കുണ്ട്ര മേഖലയിലെ ട്രാഫിക് ബ്ലോക്ക്. അതായത് നിലവിൽ ഇപ്പോഴും അത് തുടരുകയാണ്. ഒരു മനുഷ്യൻ 1.5 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ, കൊട്ടത്തക്കരക്കാരനായ ഞാനൊക്കെ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ ട്രെയിനിൽ വരുമ്പോൾ ചെങ്ങന്നൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ കൊട്ടാരക്കരയിൽ ഇറങ്ങിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ചോദിക്കും കൊല്ലത്ത് ഇറങ്ങിയാൽ പോരെ, ചെങ്ങന്നൂരിനേക്കാൾ കിലോമീറ്റർ കുറവാണ് കൊല്ലം. പക്ഷേ ഈ ട്രാഫിക് ബ്ലോക്ക് താണ്ടി കൊല്ലത്തേക്ക് എത്തുക എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ആണ്, ഓർക്കണം. പോവുക എന്ന് പറയുന്നത് അതീവ ഗുരുതരകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുണ്ട്രയുടെ കേന്ദ്രമായ പള്ളിമുക്കിൽ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജും അതുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയിലൂടെ ഒരു ഓവർ ബ്രിഡ്ജും ഒക്കെ വന്നാൽ ഈ ട്രാഫിക് പ്രശ്നത്തിന് വലിയ പരിഹാരമാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇടതുപക്ഷം PC വിഷ്ണുനാഥിന്റെ മുഖത്ത് നോക്കി അത് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 2006, 2011, 2016 15 വർഷക്കാലങ്ങൾ അവിടെ ഭരിച്ചതാരാ? ഇടതുപക്ഷത്തിന്റെ MLA-മാരാണ്, ചെറിയ MLA-മാരൊന്നും അല്ല. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയുടെ മണ്ഡലമായിരുന്നു. ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടി അമ്മയുടെ മണ്ഡലമായിരുന്നു. ഈ 15 വർഷക്കാലമായി, ഞാൻ ഈ പറഞ്ഞ കൊല്ലത്ത് പോയ കഥ 10 കൊല്ലം മുമ്പുള്ള കഥയാ. ഈ 15 വർഷക്കാലമായി 2 തവണ ഭരണപക്ഷ MLA-മാരായിരുന്നവരാണിവർ, അല്ലെ, മന്ത്രിമാരായിരുന്നവരാണിവർ. ഈ 15 വർഷക്കാലം ഇത് ചെയ്യാൻ യാതൊന്നും ചെയ്യാതെ ആ മണ്ഡലത്തെ ആ റെയിൽവേ ക്രോസ് കൊണ്ട് വീതിച്ചിട്ടിരുന്ന CPM-കാർക്ക് PC വിഷ്ണുനാഥിന്റെ മുഖത്ത് നോക്കി ഇത് ചോദിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നു. ഇനി PC വിഷ്ണുനാഥിന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് അവിടുത്തെ ഈ പ്രധാനപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ. അതിനുവേണ്ടി PC വിഷ്ണുനാഥ് നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെ എന്ന് കൃത്യമായി ജനം അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. രാഹുലെ, 2017 J. മേഴ്സിക്കുട്ടിയമ്മ കുണ്ട്രയുടെ MLA ആയി വന്നതിനു ശേഷം 1ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജിനും കുണ്ട്രയിലൊരു ഈ പള്ളിമുക്കിലൊരു ഫ്ലൈ ഓവറിനും വേണ്ടിയുള്ള പ്രാരംഭഘട്ട ചർച്ചകൾ ആരംഭിക്കുക. ഇവിടെ ജനം ഇത് ആവശ്യപ്പെടുന്നു, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു. കൃത്യമായി ഇതിന് ഭരണാനുമതി ലഭിക്കുന്നു. ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിനും ഈ പറയപ്പെടുന്ന ഫ്ലൈ ഓവറിനും ഭരണാനുമതി ലഭിക്കുകയും പേപ്പറുകൾ നീങ്ങുകയും ചെയ്തു. എന്നാൽ ഈ കാര്യക്ഷമമായ ഇടപെടൽ അവിടുത്തെ MLA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് ഈ പദ്ധതികൾ വെറും കടലാസിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കും. കാരണം ഇത് ഭരണാനുമതി ലഭിച്ച ഈ പദ്ധതി പ്രൊജക്ട് നിർവഹണവും ടെൻഡർ ഇത് നടപ്പിലാക്കാനുള്ള നിർവഹണ ഏജൻസി ഇതിനെയൊന്നും കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഒരു കാര്യക്ഷമമായ ഒരു MLA ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സ്വാഭാവികമായും ഇതെല്ലാം അവിടെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആര് പണി ഏറ്റെടുക്കും അറിയില്ല, ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും, അതിനൊന്നും അവിടെ ഉത്തരവില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ 2017 തുടങ്ങിയ ഈ പദ്ധതികൾ 2022-23 കാലഘട്ടം, അതായത് PC വിഷ്ണുനാഥ് MLA ആയി വന്നതിനു ശേഷം ഈ പദ്ധതിയിൽ നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി പിന്മാറും. ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല. കാരണം 2017 മുതൽ 2021 വരെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇടതുപക്ഷത്തിന്റെ MLA ഇരിക്കുമ്പോൾ യാതൊരു വിധമായ സപ്പോർട്ടും ലഭിക്കാത്തത് കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ്. സ്വാഭാവികമായും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നത് അവിടുത്തെ MLA എന്ന നിലയിൽ, ആ നാടിന്റെ ആവശ്യം എന്ന നിലയിൽ PC വിഷ്ണുനാഥിന്റെ ഉത്തരവാദിത്തമായി മാറുന്നു. അദ്ദേഹം ആ പദ്ധതി നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. അങ്ങനെ 2023 PC വിഷ്ണുനാഥ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പുതിയ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകുന്നു, പുതിയൊരു പദ്ധതി അവിടെ വെക്കുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള പണം കണ്ടെത്തുന്നു, പേപ്പർ വർക്കുകളെല്ലാം ആരംഭിക്കുന്നു, ഭരണാനുമതി ലഭിക്കുന്നു. ആര് ഈ പദ്ധതി ഏറ്റെടുക്കും എന്ന ചോദ്യം മാത്രമാക്കും. അങ്ങനെ 2024 കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ കൊണ്ട് ഈ പദ്ധതി നിർവഹണത്തിനുള്ള ഏജൻസിയായി തീരുമാനിക്കുകയും അവരെ കൊണ്ട് ഈ പദ്ധതി ഏറ്റെടുപ്പിക്കുകയും ചെയ്യുന്നു, തുടർച്ചയായ PC വിഷ്ണുനാഥിന്റെ ഇടപെടലുകൾ കൊണ്ട്. അങ്ങനെ PC വിഷ്ണുനാഥ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് പുതിയ എസ്റ്റിമേറ്റും പുതിയ പദ്ധതിയും ഇതിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. ഇതിന് ധനകാര്യ വകുപ്പിന്റെ അനുമതി വാങ്ങിച്ചെടുക്കുന്നു. 2025 ഏപ്രിലിൽ ഇതിന് ഔദ്യോഗികമായ അംഗീകാരം ലഭിക്കുന്നു. സ്വാഭാവികമായും ഒരു പദ്ധതി നടപ്പിലാക്കുന്നു, പ്രൊജക്റ്റ് വെക്കുന്നു, ഫണ്ട് കണ്ടെത്തുന്നു, അവിടെ ഇത് നടപ്പിലാക്കാനുള്ള ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നു. ഇനി അടുത്ത ഘട്ടം നാട്ടിൽ നിന്ന് ഇതിനാവശ്യമായ എന്ത് കണ്ടെത്തുക? സ്ഥലം കണ്ടെത്തണം, സ്ഥലം ഏറ്റെടുക്കണം. വെറുതെ ഏറ്റെടുക്കുകയല്ലോ. സ്വാഭാവികമായിട്ടും സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് അതിൻ്റെതായ നഷ്ടപരിഹാരം നൽകണം. അപ്പോൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഡോക്യുമെന്റ്സ് കളക്ഷനും മറ്റു കാര്യങ്ങളും അതിൻ്റെ ലീഗൽ സൈഡ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ മാസം ഈ പകുതിയോടുകൂടി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ഈ സ്ഥലങ്ങൾ മുഴുവനായി അക്യൂർ ചെയ്യുകയും അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയും
പണി ആരംഭിക്കുകയും ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് PC വിശ്വനാഥിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഈ പദ്ധതി അത്രത്തോളം എത്തിച്ചിട്ടുണ്ട്. നമുക്ക് 15 വർഷക്കാലം ഇടതുവശം തലകുത്തി നിന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്തൊരു പദ്ധതി അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൻ്റെ അറ്റം വരെ കഴിഞ്ഞ 4-5-4.5 വർഷക്കാലം കൊണ്ട് PC വിശ്വനാഥിനെ എത്തിക്കാൻ സാധിച്ചു. ശ്രദ്ധിക്കണം, PC വിശ്വനാഥ് ഒരു ഇടതുപക്ഷ MLA അല്ല, PC വിശ്വനാഥ് പ്രതിപക്ഷ MLA ആണ്. ആ ചെറുപ്പക്കാരനായ ആ MLA കൃത്യമായ ഇടപെടലുകളിലൂടെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവിടെ PC വിശ്വനാഥിനെതിരെ ആരോപിക്കാൻ യാതൊരു വിധമായ ആരോപണങ്ങളും മണ്ഡലത്തിൽ നിലനിൽപ്പില്ല. അതിനുവേണ്ടിയിട്ട് ഒരു ഇടതുപക്ഷ അനുഭാവിയായ ഒരു അമ്മയെ കൊണ്ടുവന്ന് ഒരു DYFI നേതാവ് മാറ്റി നിർത്തി ഫോണൊക്കെ പിടിച്ച് ഇദ്ദേഹത്തെ കുറ്റം പറയുന്ന വീഡിയോ കൃത്യമായി പൊളിച്ചെടുക്കാൻ PC വിശ്വനാഥിന്റെ ടീമിന് അവിടെ സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം കൃത്യമായിട്ട് നിയമസഭയിൽ ഇതിനെപ്പറ്റി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു പെൺകുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ട്രാഫിക്കിൽ കിടന്ന് 1.5 മണിക്കൂർ ലേറ്റായി ആ പെൺകുട്ടി കൊണ്ടുപോകുന്ന സമയത്ത് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കൃത്യമായി അദ്ദേഹം നിയമസഭയിൽ എടുത്ത് പറയുന്നു. അല്ല, ഞാൻ പറയാം, നിയമസഭയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന നേതാവ് തന്നെയാണല്ലോ PC വിശ്വനാഥ്. നിയമസഭാ പ്രസംഗങ്ങൾ എടുത്താൽ അതിൻ്റെ കൃത്യമായി പോയിന്റുകൾ വെച്ച് സംസാരിക്കുന്ന ഒരു MLA ആണ് അദ്ദേഹം. നിയമസഭയിൽ പലതവണ ഇത് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഇതിൻ്റെ ബാക്ക് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉദ്യോഗസ്ഥരെയും ഭരണവൃന്ദത്തെയും ഒരുപോലെ അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലായാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2.5-3 മണിക്കൂർ ഒരു ദിവസം ആവറേജ് 13 ട്രെയിനുകളാണ് 13-14 ട്രെയിനുകളാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്ഥലമില്ല. റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ ആ വഴിയിലേക്കുള്ള വാഹനങ്ങൾ ഫില്ലായിട്ട് മെയിൻ റോഡിലേക്ക്, നാഷണൽ ഹൈവേയിലേക്ക് ഈ വാഹനങ്ങൾ കൊണ്ടുവന്നിടേണ്ടുന്ന സാഹചര്യം വരും. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്കും കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്കുള്ള 2 വഴിയിലെയും വലിയ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടും. അവിടെ ആംബുലൻസുകൾക്ക് പോലും ഈ പറയപ്പെടുന്ന അവിടുത്തെ ജനറൽ ഹോസ്പിറ്റൽ അടക്കം ഈ റെയിൽവേ ക്രോസിന് അപ്പുറമാണ് നിൽക്കുന്നത്. പല സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വരുന്നത്. ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് വരിക എന്നുള്ളത്. കൃത്യമായി അത് എന്തായാലും കൊണ്ടുവരാൻ LDF സമ്മതിക്കത്തില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അല്ല, ആ ന്യായീകരണത്തോട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു നേതാവ്, ഒരു ജനപ്രതിനിധി നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ലീഗൽ സൈഡുകളൊക്കെ ആക്കിക്കൊണ്ട് പദ്ധതിയുടെ ഭരണാനുമതിയോടുകൂടി പദ്ധതി നിർവഹിക്കാനുള്ള ഏജൻസി അടക്കം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ CPM ഇതിന് പാര വെക്കാൻ നിന്നാൽ ജനം മണ്ടരൊന്നും അല്ലല്ലോ. അവർക്കിപ്പോൾ വേണ്ടുന്നത് എന്താണ്? ഇത് പദ്ധതി നടപ്പിലാക്കുമെന്ന് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞു വരുത്തി PC വിശ്വനാഥിനെതിരെ ഒരു വ്യാജ പ്രചരണം അടിച്ചിറക്കുക എന്നതാണ് CPM അവിടെ ഇലക്ഷൻ ആകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. സംബന്ധിച്ച് മേൽപ്പാലം എന്നായിരിക്കും ചോദിക്കുന്നത്. പണി നടക്കുന്നതോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർക്ക് അതിന്റെ കാരണം എന്താ? PC വിശ്വനാഥിനെതിരെ പറയാൻ മറ്റാരോപണങ്ങൾ ഇല്ല അവിടെ. ജനങ്ങൾ PC വിശ്വനാഥിനൊപ്പമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പം മാധ്യമങ്ങളുടെ സർവേകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന മാതൃഭൂമിയുടെ സർവേയിൽ പോലും PC വിശ്വനാഥിന് വലിയ മുൻതൂക്കമാണ് അവിടെ പറയുന്നത്. വലിയ മുൻതൂക്കം. ഈ ഓപ്പോസിറ്റ് കൊടികെട്ടിയ ഏത് നേതാവ് വന്നു നിന്നാലും PC വിശ്വനാഥ് അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കുണ്ട്രയുടെ സങ്കടങ്ങൾ, കുണ്ട്രയുടെ വിഷമങ്ങൾ, കുണ്ട്രയുടെ ആവശ്യങ്ങൾ, കുണ്ട്രയുടെ ജനതകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതലും വികസനവുമായി ഈ പറയപ്പെടുന്ന PC വിശ്വനാഥ് എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ആ യുവമുഖം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ആ മനുഷ്യൻ കുണ്ട്രക്കാരനായി മാറിയിരിക്കുന്നു. കുണ്ട്ര ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും UDF-നൊപ്പം നിൽക്കും. എഴുതി വെച്ചോ, കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണുമ്പോൾ 8:30 മണിക്ക് ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ പേര് PC വിശ്വനാഥാണ്.